കൊല്ലം തോട്ടുവയലിൽ വീട്ടിൽ നിന്നും പാചകവാത സിലിണ്ടർ ചോർന്നു. ആനയടി ലളിതയുടെ വീട്ടിലാണ് സംഭവം. ഏജൻസിയിൽ നിന്നും നൽകിയ പുതിയ സിലിണ്ടറിലാണ് ചോർച്ചയുണ്ടായത്. തിരുവനന്തപുരം ആര്യനാട് ജനമൈത്രി പോലീസ് കമ്മിറ്റിയും സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ SPCയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. യോദ്ധാവ് എന്ന പേരിൽ നടന്ന പരിപാടി CI ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആനാട് ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷനും SNVHSS NSS യൂണിറ്റും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി. ആനാട് പഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീകല പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. ദോഹയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും 1 കിലോയിലധികം സ്വർണം പിടികൂടി. 4 ക്യാപ്സൂളുകളായി 1123 ഗ്രാം സ്വർണമാണ് കടത്തിയത്. സംഭവത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി TT ജംഷീറിനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായത് രാവിലെ 7:30. പരിക്കേറ്റ തേലപ്പിള്ളി സ്വദേശി ഷൈജുവിനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ U വേണുഗോപൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 1995 കുസൃതിക്കുറുപ്പായിരുന്നു ആദ്യ ചിത്രം. സംസ്കാരം ഇന്ന് രാത്രി 8:30 വീട്ടുവളപ്പിൽ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ MB അബ്ദുൾ ഖാദർ നിര്യാതനായി. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കടന്തറ മഹൽ ഖബർസ്ഥാനിൽ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അമൽ ഷാജിയാണ് മരിച്ചത്. സ്കൂട്ടർ ലോറിയിലിടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസും നൈറ്റിൻഗേൾ കോളേജ് ഓഫ് നഴ്സിംഗും ചേർന്ന് ലഹരി വിരുദ്ധ സന്ദേശവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിലും സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശ പരിപാടികൾ നടത്തും. പാലക്കാട് മണലൂർ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ. ഓഫീസിലെ ഫയലുകളും വാതിലുകളും ചിതലരിച്ച നിലയിൽ. കാടുമൂടിയ ഓഫീസിൽ പാമ്പുശല്യവും രൂക്ഷം. നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ യോഗ പരിശീലനം നടത്തി. കല്ലിശ്ശേരി VHSS റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ N സതീഷ് പരിശീലനത്തിന് നേതൃത്വം നൽകി. കൊല്ലം ഞാറക്കാട് മയ്യത്തുംകര പള്ളിമുക്ക് കനാലിൽ വാഹനം മറിഞ്ഞ അപകട കാരണം എതിരെ വന്ന വാഹനത്തിന് വഴി നൽകിയത്. വാഹനം കനാലിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ അഭ്യാസവുമായി ഇന്ത്യൻ സൈന്യം. മരുഭൂമിയിലും മഞ്ഞുമലകളിലും യുദ്ധക്കപ്പലുകളിലും യോഗ അഭ്യസിച്ച് സൈന്യം. ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് പെരുവമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ അണലി. കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന മുറിയിലാണ് അണലിയെ കണ്ടത്. വാക്സിനേഷൻ മുറി തുറക്കാനെത്തിയ ജീവനക്കാർ പാമ്പിനെ കണ്ടതിനാൽ വൻ അപകടം ഒഴിവായി. ഹിമാചൽ പ്രദേശിൽ ബസ് അപകടത്തിൽ 4 മരണം. ഷിംലയിലെ ജുബാലിലാണ് അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. യോഗാ ദിനാചരണം സംഘടിപ്പിച്ച് തൃശൂർ പെരുവല്ലൂർ സെഞ്ചുറി അഡ്വഞ്ചേഴ്സ് ക്ലബ്. പാവറട്ടി സബ് ഇൻസ്പെക്ടർ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് അംഗം മാളവിക യോഗ പ്രദർശനം നടത്തി.